എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ കുന്നിമണി ചെപ്പിൽ നിന്നും കുന്നിമണി ഗപകരിക ഗപകരിക ചെപ്പിൽ നിന്നും ഗപകരിക കുന്നിമണി ഗപകരിക ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു കുങ്കുമം ഞാൻ ഗപകരിക ഗരിക മൺ ഗപകരിക ഗരികമ ഒരു നുള്ളു കുങ്കുമം ഞാൻ ഗപഗരി ഗരി ഗമക ഗമക അസത്ത ഗായ്ക്ക് ഗമക എന്നൊരു ചെറിയ മാ. അപ്പം അത്രയും വായിക്കാം. കുന്നിമണി തൊട്ട് ഒന്നുകൂടി വായിക്കാം. തൊട്ടടുത്തു ഞാൻ തൊട്ടടുത്തു ഞാൻ സാ സ ദരി ഗമക സാ സ ദരി ഗമകാന്ന് വരും. തൊട്ടടുത്തു ഞാൻ തൊട്ടടുത്തു സാ സ രണ്ടാമത്തെ തൊട്ടടുത്തു സാ സ അപ്പം അത് 2 തവണ ഉണ്ട്. അപ്പൊ ആദ്യം ഒരു ലിങ്ക് വരും. തൊട്ടടുത്തു ഗരിസ സിത്താറ് സന്തൂര് ഗിറ്റാറ് ഗരിസ അങ്ങനെ വരും. അതുകൊണ്ട് രണ്ടാമത് പാടുമ്പോൾ രണ്ടാമത് സെയിം ഒന്നുകൂടി പാടും. അപ്പോൾ ലിങ്ക് മാറും. ഗരി ഗപദ ഗരി ഗപദ ഗരി ഗപദ അങ്ങനെ വരും. അപ്പം അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തകിട എൻ വിരൽ തുമ്പിൽ നിന്നും തകിട പദത പാദാദാദാദ എൻ വിരൽ തുമ്പിൽ നിന്ന് തകിട എൻ വിരൽ തുമ്പിൽ നിന്ന എൻ വിരൽ തുമ്പിൽ നിന്നവന്നരേണുക്കൾ പദത പദാദാദാദ പദാദാദ
എന്നെഞ്ചിലാകെ പടർന്നു എന്നെഞ്ചിൽ ഗപദസസ ഗപദസസ എന്നെഞ്ചിലാകെ പടർന്നു സാരി സ സാ സ സാരിഗിരി രീ പറയുമ്പോൾ സാരിഗിരി സ സാ സ ലാകെ പടർന്നു എന്നെഞ്ചിലാകെ പടർന്നു. ഓ പടർന്നു ദ പ ഗ ഗരി ദ ധനിത പദപ ധനിത പദപ ഗ ഗരി ദ പ ഗ ഗരി പ്ലെയിനായിട്ട് പറയുള്ളൂ. പക്ഷെ വായിക്കുമ്പോൾ ധനിത ചെറിയ ധനിത പദപ ഗ ഗരി അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് വൺ സഗരി സ സദ ധരി ധരി സ പൂമ്പുലർ വേള വിടർന്നു. വൺ സഗരി സ പൂമ്പുലർ വേള വി സദ ധരി സരി സ വേ സദ ധരി സരി സ വേള വിടർന്നു. സാ സ വൺ സഗരി സ സദ ധരി സരി സ സാ സ വൺ പൂമ്പുലർ വേള വിടർന്നു. ഓ ഗപദസ ധനിത പദപ ഗമഗരി രീ ഗരി സ അങ്ങനെ ഒരു ഗപദസ ധനിത പദപ ഗമഗരി രീ ഗരി സ ഓ പൂമ്പുലർ രിഗരിസ പൂമ്പുലർ വേള വിടർന്നു. സദ ധരി സരി സ സാ സ സദ ധരി സരി സ സാ സ വേള വി സദ ധരി സരി സ വിടർന്നു. സാ സ പൂമ്പുലർ വേള വിടർന്നു. ഓ പൂമ്പുലർ വേള വിടർന്നു. അതാക്കാം. സഗരി സ സദ ധരി സരി സ സാ സ ഗപദ ദ പ ഗരി ഗരി സ സദ ധരി സരി സ സാ സ ഒന്നര വായിക്കാം. അവിടെ ഒരു ലിങ്ക് വരും. ഗപദ പ ഗപ ഗരി സ മറ്റേ സിത്താർ സന്തൂര് ഗിറ്റാർ ഗപദ പ ഗപ ഗരി സ ഗപദ പ ഗപ ഗരി സ ഗപദ പ ഗപ ഗരി സ അങ്ങനെ ലിക്വിഡ് വന്നിട്ടാണ് പല്ലവി വരുന്നത്. മുഴുവനായിട്ട് അനുപല്ലവി വായിക്കാൻ നോക്കാം. 1 2 3 4. ഇങ്ങനെയാണ് വരുന്നത്. ഒരു തവണ കൂടി ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. 3 4.
അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, ആ ഒരു 2 ലൈൻ മാത്രം വരുള്ളൂ, ഇടയ്ക്കുള്ള പല്ലവി. അത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടാണ്, അത് ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങൾ ഞാൻ സ്പീഡിലാകാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ താഴെ കാണുന്ന 9447200365 എന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എന്നെ എല്ലാവരും ആത്മാർത്ഥത സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്കും എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ചരണവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക്